ഹലോ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ദോശയുടെയും കൂടി കഴിക്കാൻ പറ്റിയൊരു പാലക് പനീർ ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കാൻ വളരെ എളുപ്പവും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. ചീരയുടെ വർഗത്തിൽപ്പെട്ട പാലക്ക് നല്ല ഒരു പോഷകസമ്പന്നമായൊരു ഇലക്കറിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമ്മൾ ആദ്യം ഈ പാലൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇല മാത്രം എടുത്തിട്ട് നല്ല ചൂട് വെള്ളത്തിൽ 5 മിനിറ്റ് അതിൽ ഇട്ട് വെക്കണം. ആ ഇലയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ ആ വെള്ളത്തിനെടുത്തിട്ട് ഒരു വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കണം ഒരു അരമണിക്കൂർ. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പാനിൽ ബട്ടർ ഇട്ടിട്ട് ഈ പനീർ ഉണ്ടല്ലോ അത് പൊടിഞ്ഞു പോവാതിരിക്കാനാണ്. അതങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, അതൊന്ന് ജസ്റ്റ് വാട്ടിയെടുത്തു പനീർ. പിന്നെ വീണ്ടും ആ പാനിലേക്ക് ബട്ടർ ചേർത്തിട്ട് അതിലേക്ക് ജിഞ്ചർ, ഗാർലിക്ക്, പിന്നെ കുറച്ച് ഗ്രീൻ ചില്ലീസ്, പച്ചമുളക്, ഓക്കെ, ഇത് മൂന്നും ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ചെറുതായി മുറിച്ചെടുത്ത ഓനിയൻ, അപ്പോൾ അതെങ്ങനെയായാലും മുറിച്ചെടുക്കാം കേട്ടോ, ബിക്കോസ് ഇത് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ ഓനിയൻ ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ടൊമാറ്റോസും കുറച്ച് ഉപ്പും ഒക്കെ ചേർത്തിട്ട് കുക്ക് ചെയ്യാം. പിന്നെ ഈ തണുപ്പിച്ച് ഈ പാലക്കുണ്ടല്ലോ അതും ഇതും ഈ ഇപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത ഉള്ളിയും ടൊമാറ്റോ ഒക്കെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഈ പാനിലേക്ക് നമുക്ക് ജീരകപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മുളക് പൊടി, ഇതൊക്കെ മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ചേർത്തൊന്ന് 1 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം നമ്മൾ ഈ മിക്സിയിൽ തന്നെ ഇട്ടിട്ടൊന്ന് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം, മീൻസ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം എക്സ്ട്രാ വെള്ളമൊക്കെ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യാം തിളച്ച് വരുന്നവരെ. ഇത് ഞാൻ ഇൻഡക്ഷൻ സ്റ്റൗവാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് തിളച്ചൊക്കെ വന്ന ശേഷം ഞാൻ ആക്ച്വലി പാലക് പനീർ ആണെങ്കിലും ഞാൻ ഇതിലേക്ക് കുറച്ച് ഗ്രീൻ പീസും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും നമ്മൾ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒരു വേവാവുന്നവരെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഗ്രീൻ പീസ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത്. പിന്നെ നമ്മൾ പനീർ ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്തു. എന്നൊക്കെ കുറച്ച് നേരം കൂടി ഒന്ന് കുക്ക് ചെയ്യാം. എന്നിട്ട് ഇതായി വരുമ്പോൾ ഇതിലേക്ക് ക്രീം ഉണ്ടല്ലോ, ഫ്രഷ് ക്രീം, അത് ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഈ ക്രീമും കൂടി ചേർത്താലാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പാലക് പനീർ റെഡിയാണ്. ഇതെല്ലാവരും ചപ്പാത്തിയുടെ കൂടെയാണ് കഴിച്ചത്. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ.